ഇന്നലെ രാത്രി ഏകദേശം 6:10 കൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. സന്നിധാനത്ത് നിന്ന് ദർശനം നടത്തി മടങ്ങുന്ന അയ്യപ്പ ഭക്തർക്കിടയിലേക്കാണ് വേസ്റ്റ് ശേഖരിക്കുന്ന ട്രാക്ടർ ഇടിച്ചു കയറുന്നത്. സന്നിധാനത്ത് ഏകദേശം 6:10 കൂടിയിട്ടാണ് ഈ ഭക്തർക്കിടയിലേക്ക് ഈ കാണുന്ന ട്രാക്ടർ ഇടിച്ചു കയറുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. ഉടൻ തന്നെ പരിസരത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രവർത്തകരും അയ്യപ്പന്മാരും ചേർന്ന് ആ പരിക്കേറ്റവരെ 8ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. ആ പരിക്കേറ്റവരെ ഉടൻ തന്നെ സന്നിധാനത്തെ ഏകദേശം 100 മീറ്റർ അപ്പുറം മാത്രമാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ആശുപത്രിയിൽ നിന്ന് ഉടൻ തന്നെ അവരെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമികമായി നൽകേണ്ട ചികിത്സ നൽകിയിരുന്നു. പക്ഷേ 2 പേരുടെ നില അതിൽ ഗുരുതരമായിരുന്നു എന്നുള്ളതാണ് പരിശോധിച്ച ഡോക്ടർ ഉൾപ്പെടെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഉടൻ തന്നെ അവരെ പമ്പയിലെ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് ഷിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം ഈ പരിക്കേറ്റവർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടെന്ന സ്ഥിരീകരണം വന്നതോടെ അവരെ കോട്ടയം മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റുകയും വിദഗ്ധ ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സ്പെഷ്യൽ ഓഫീസറും ഡോക്ടറും പ്രതികരിച്ചത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കനത്ത മഴയായിരുന്നു ആ 6:10 6:30 വരെയുള്ള സമയത്ത്. ആ സമയത്തിനിടയിൽ ട്രാക്ടറിന്റെ നിയന്ത്രണം വിട്ട് ഈ ശബരിമലയിൽ നിന്ന് പമ്പയിലേക്ക് പോകുന്ന അയ്യപ്പന്മാർക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ്. ഈ പരിക്കേറ്റവരിൽ ഒരു കുട്ടിയും 2 സ്ത്രീകളും അടങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 5 ആന്ധ്ര സ്വദേശികളാണ്, 2 തമിഴ്നാട് സ്വദേശികളും ഒരു മലയാളിക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. കനത്ത മഴയിൽ വണ്ടി സ്ലിപ്പായി നിയന്ത്രണം വിട്ടുകൊണ്ടാണ് അപകടമുണ്ടായത് എന്നുള്ളതാണ് സ്പെഷ്യൽ ഓഫീസർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ഈ ട്രാക്ടറിന്റെ ഡ്രൈവർ കസ്റ്റഡിയിലാണ്. വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് കാരണം എന്നുള്ള കാര്യത്തിലേക്കൊക്കെ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ. എന്തായാലും ഈ 2 പേരൊഴികെ ബാക്കിയുള്ള പരിക്കേറ്റവരുടെ നില തൃപ്തികരമാണ്. പക്ഷേ ഈ 2 പേർക്ക് വേണ്ട വിദഗ്ധ ചികിത്സ നൽകാൻ വേണ്ടിയാണ് 2 പേരെയും മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പറയാനുള്ളത്, ഈ റോഡുകളിലൂടെ ട്രാക്ടറുകൾ വരുന്ന അമിത വേഗതയെക്കുറിച്ച് പലതവണ ഭക്തർ പരാതിപ്പെട്ടതാണ്. ആ കാര്യത്തിൽ കൂടി ഒരു തീരുമാനമുണ്ടാകും, എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കും എന്നുള്ളതും ശബരിമലയിലെ സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. അനൂപിനൊപ്പം വി. സോളകൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.